നമസ്കാരം. ഓം ഗണപതായേ നമ. നാമസങ്കീർത്തനങ്ങൾ സർവ മുക്തി നൽകുന്നവയാണ്. നമ്മുടെ ദിനചര്യകളിൽ അഭൂതപൂർണമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കൃത്യമായ രീതിയിലുള്ള നാമജപോച്ചാരണങ്ങളിലൂടെ സാധ്യമാകും. അനുദിനം വർദ്ധിച്ചു വരുന്ന മാനസിക സംഘർഷങ്ങൾ, ദിനം പ്രതി ഉണ്ടാവുന്ന ചിന്തകൾ, ജീവിത പ്രശ്നങ്ങൾ, ഇവയിൽ നിന്നുമൊക്കെ മുക്തി നേടാനും പ്രവർത്തന മേഖലകളിൽ ഊർജ്ജസ്വലതയോടെ കൃത്യനിർവഹണങ്ങൾ നടത്തുവാനും ഏകാഗ്രതയോടെ ഉള്ള നാമജപ രീതികൾ നമ്മെ പ്രാപ്തരാക്കും. ഇനി വരാൻ പോകുന്ന അധ്യയന വർഷം 2025-26 അധ്യയന വർഷം മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് കൃത്യമായ നാമജപ രീതിയാക്കിക്കൂടെ. പഠനകാര്യങ്ങളിലെ അലസതകളൊക്കെ മാറി പഠന മികവ് കണ്ടെത്താൻ അച്ചടക്കത്തോടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ വിദ്യാഗോപാല മന്ത്രം നിങ്ങളുടെ കുട്ടികളെ സഹായിക്കും. കൃത്യമായ രീതിയിൽ ഈ മന്ത്രങ്ങൾ ഉച്ചരിച്ചാൽ കൃത്യമായ ഫലം ലഭിക്കും. ദിവസവും ഭക്തിയോടെ ഏകാഗ്രതമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 9 പ്രാവശ്യം ഇതേ വിദ്യാഗോപാല മന്ത്രം ചൊല്ലുക. പഠനകാര്യങ്ങളിലെ അലസതയും ശ്രദ്ധയില്ലായ്മയും ഒക്കെ മാറി കൃത്യമായ പഠന രീതിയിലൂടെ ഉന്നത വിജയത്തിലെത്താൻ ഇത് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. വിദ്യാഗോപാല മന്ത്രം എല്ലാവരും കൃത്യമായി കേട്ടുകൊള്ളുക. കൃത്യമായി കേട്ട് കൃത്യമായി എഴുതിയെടുത്ത് കൃത്യമായി തങ്ങളുടെ കുട്ടികൾക്ക് ആ എഴുതിയെടുത്ത ഭാഗം നൽകുക. വിദ്യാഗോപാല മന്ത്രം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യാം ആശു പ്രയജ്ഞമേ. ഒന്നുകൂടെ വിദ്യാഗോപാല മന്ത്രം. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദ മേ രമാ രമണ വിശ്വേശ വിദ്യാം ആശു പ്രയജ്ഞമേ. ഇതൊരിക്കലും നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതാവരുത്. ഒരിക്കലും നിങ്ങളുടെ കുട്ടികളിലേക്ക് അവരെ അടിച്ചേൽപ്പിക്കരുത്. അവരെ ഇതിലേക്ക് അടുപ്പിക്കുക. അവരെ സ്വയം പ്രാപ്തരാക്കുക. അവരുടെ ജീവിത രീതികളിൽ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുക. അതുവഴി മാത്രമേ പൂർണ്ണമായ ഫലം, മന്ത്രത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ കുട്ടികളിലേക്ക് എത്തും. 1, 2, 3 ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് കൃത്യമായ രീതിയിൽ ഈ മന്ത്രത്തിലേക്ക് ദിനം ചൊല്ലുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ എത്തിക്കാൻ സാധിച്ചാൽ പൂർണ്ണമായ വിജയം അവർക്കുണ്ടാവും. ഇതിലൂടെ എല്ലാവർക്കും കൃത്യമായ രീതിയിലുള്ള ഫലം ലഭിക്കട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.